ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എടുത്ത വീഡിയോ ഫോണിലെ ബാറ്ററി ലോ വന്നപ്പോൾ അത് ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ എല്ലാ എടുത്തിരിക്കുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ തുടക്കത്തിലുള്ള ഒന്നും ഇനിയിപ്പോൾ ഇതിൽ കിട്ടില്ല. ഒന്നുമില്ല, സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനൊരു ഡേറ്റ്സ് മാത്രം വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിരുന്നു മൈദമാവും പിന്നെ പഞ്ചസാര, വെണ്ണ, വാനില എസൻസ്, അത് എഴുതിയിട്ടിരുന്നുള്ള ഉപ്പ്, പിന്നെ ഡേറ്റ്സ് കാരമലൈസ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഫുള്ളായിട്ട് എഴുതിയിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ട് എൻ്റെ കുക്കർ പ്രീ ഹീറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെക്കാം. അടയ്ക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ കേക്ക് റെഡിയായിട്ടുണ്ട്. 25 മിനിറ്റിൽ തന്നെ റെഡിയായി കേട്ടോ. സൈഡ് ഞാൻ നോക്കി, ഒന്നുമില്ല, പെട്ടെന്നൊന്നുമില്ല. സെൻറ്റർ നോക്കി, അവിടെയില്ല. ഓക്കെ, അപ്പോൾ എടുത്ത് പുറത്ത് വെക്കാൻ, ചൂട് പോയതിന് ശേഷമേ നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ കുക്കർ കേട് വരില്ലേ എന്ന്. കുക്കറിൻ്റെ അടിയിൽ ഒരു പാത്രം മാത്രമാണ് ഞാൻ വെച്ചത്. അത് കുക്കർ വാങ്ങിക്കുമ്പം കിട്ടിയിരിക്കുന്ന പാത്രമാണ്. ഇതേപോലെ 3 പാത്രമുണ്ട്. ഒരുമിച്ച് ചോറും പരിപ്പും അങ്ങനെയുള്ള പച്ചക്കറികൾ എന്തെങ്കിലും വേവിക്കാനുള്ള 3 തട്ടുണ്ട് അകത്ത്. 2 മാറ്റി വെച്ച് ആ ഒരെണ്ണം അവിടെ കമിഴ്ത്തി ഇട്ടേക്കാണ്. എന്നിട്ട് അതിലാണ് ഞാൻ, ഇതിൻ്റെ മുകളിലാണ് ഞാൻ കേക്ക് ടിന്ന് വയ്ക്കുന്നത്. അപ്പോൾ അത് പാത്രം ഞാൻ മാറ്റി കാണിച്ചു തരാം. അതിനകത്ത് കുക്കറിനൊന്നും പറ്റിയിട്ടില്ല. കണ്ടോ, കുക്കറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഈ പാത്രത്തിന് പോലും ഒന്നുമില്ല. പാത്രത്തിനെ കമിഴ്ത്തി വെക്കുമായിരുന്നു. അതിനകത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അതിനകത്ത് ഒന്നുമില്ല. പാത്രത്തിന് ചൂട് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പാത്രം പെട്ടെന്ന് കൈകൊണ്ടങ്ങ് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് പാത്രം, ഇതാണ് കുക്കർ. ഉപ്പോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. വെറുതെ അരമണിക്കൂർ പ്രീ ഹീറ്റ് ചെയ്യുന്നു. ഈ പാത്രം അതിനകത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കേക്കിൻ്റെ കൂട്ടെല്ലാം റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇങ്ങനെ കേക്കിൻ്റെ കടലാസുകളെല്ലാം മാറ്റി ട്രെയിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം കട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേക്കാണ്. ചൂടാറിയ ശേഷം മുറിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം മുതൽ എടുത്തത് ഇതിനകത്ത് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഉണ്ടാക്കുന്ന ലാസ്റ്റ് സമയത്തുള്ളതെങ്കിലും എടുക്കാൻ പറ്റിയല്ലോ ഉള്ള സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നാലേ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ ചെയ്യുന്ന ജോലിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.